ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാടൻ ഫുഡി. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. വേറെയൊന്നുമല്ല, ഒരു ജെല്ലിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതും കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള തണ്ണിമത്തൻ ഉപയോഗിച്ചാണ് ഞാൻ ഈ ജെല്ലി തയ്യാറാക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ തണ്ണിമത്തൻ ജെല്ലി തയ്യാറാക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു വലിയ ബൗൾ തണ്ണിമത്തൻ എടുത്തിട്ടുണ്ട്. കുരു കളഞ്ഞ് ചെറിയ പീസാക്കിയ തണ്ണിമത്തനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു മിക്സിയുടെ ജാർ എടുത്ത് നമുക്ക് ഈ തണ്ണിമത്തൻ പീസുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 3-4 സ്പൂൺ പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല. തണ്ണിമത്തൻ്റെ മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാർ നന്നായി അടച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. ഞാനിവിടെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഈ ജ്യൂസ് ഞാനൊരു സോസ് പാനിലിട്ട് സ്റ്റെയിനർ വെച്ച് അരിച്ചൊഴിക്കുകയാണ്. ഈ തണ്ണിമത്തൻ ജ്യൂസ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒരു ബൗളിൽ എടുത്തിട്ട് അതിലേക്ക് 3 സ്പൂൺ ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. ജെലാറ്റിൻ നന്നായിട്ട് ഈ ചൂടുവെള്ളത്തിൽ അലിഞ്ഞു വരണം. ഇതാ ഇവിടെ ജെലാറ്റിൻ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ അലിഞ്ഞു വന്ന ജെലാറ്റിൻ നമുക്ക് ആദ്യം ഉണ്ടാക്കി വെച്ച തണ്ണിമത്തൻ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മിശ്രിതം നമുക്ക് ഒന്ന് സ്റ്റൗ ഓണാക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് ഓഫാക്കാം. ഇതാ ഇവിടെ ചെറുതായി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഓഫാക്കാൻ പോവുകയാണ്. നമുക്കൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് ഇതൊരു ബൗളിലോട്ട് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്കിത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വച്ചു കൊടുക്കാം. ഇതാ ഇവിടെ സ്വാദിഷ്ടമായ തണ്ണിമത്തൻ ജെല്ലി തയ്യാറായി കഴിഞ്ഞു. ഏകദേശം 2 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ജെല്ലി സെറ്റായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായൊരു ജെല്ലിയാണ് തണ്ണിമത്തൻ ഉപയോഗിച്ച് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ജെല്ലിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയും വേണം. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം. അതുവരേക്കും ബൈ.